ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബദാം മിൽക്കിൻ്റെ റെസിപ്പിയാണ്. ഞാൻ നേരത്തെ ബദാം മിൽക്ക് വീട്ടിലുണ്ടാക്കിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്, പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. പിന്നെ ഞാനിത് ലേറ്റസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഹരിമയുടെ ബദാം ഡ്രിങ്ക് മിക്സ് കണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മേടിച്ചു. അത് വെച്ചിട്ടാണ് ഞാനിന്ന് ബദാം മിൽക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് ഭയങ്കര പാടൊന്നുമില്ല, ഭയങ്കര ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഈ പാക്കറ്റിൻ്റെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് വാങ്ങുകയാണെങ്കിൽ അതങ്ങനെ അത് വായിച്ച് നോക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ലിറ്റർ പാല് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഏകദേശം 4 പേർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ബദാം മിൽക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലെടുക്കുന്നു. അതിലോട്ട് ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റിന് നല്ലത്. നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ട് എൻ്റെ ഇനേബിൾ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് ബാക്കി കാണാം. ബാക്കി എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 1 ലിറ്റർ പാലിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഈ പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ബദാം ഡ്രിങ്ക് മിക്സിൻ്റെ പൗഡർ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇടാൻ എളുപ്പത്തിനാണ് ഞാനിത് ഒരു ചെറിയ ബൗളിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട് പൗഡർ. അതുപോലെ തന്നെ 1 ഗ്ലാസ് പാലിന് അല്ലെങ്കിൽ 1 ലിറ്റർ പാലിന് എത്ര ക്വാണ്ടിറ്റി നമ്മളിത് ആഡ് ചെയ്യണം എന്നുള്ളത് ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് എനിക്ക് വേണ്ട തിക്നെസ്സിൽ ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളിത് വാങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു തിക്നെസ്സിൽ നിങ്ങൾക്കിത് ആഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം ഒരു 4 ടീസ്പൂണോളം പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. നിറയെ പൗഡർ 4 ടീസ്പൂൺ നിറച്ചാണ് എടുത്തത്. പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് തിക്നെസ് പോരാ തോന്നി. പിന്നെ ഞാനൊരു 2-3 ടീസ്പൂൺ കൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴെനിക്ക് കറക്റ്റ് ഭാഗത്തിന് കിട്ടിയത്. പിന്നെ ഇതിൽ പഞ്ചസാരയുടെ അളവ് കുറവായിരുന്നു. പഞ്ചസാര അതിലുണ്ട്, ഓൾറെഡി ഉണ്ട്. പക്ഷെ അളവ് നമുക്ക് വേണ്ട പാകത്തിനുള്ളൊരു പഞ്ചസാര ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആവശ്യത്തിനുള്ളൊരു മധുരം കിട്ടിയത്. ഇതിൽ പഞ്ചസാര ഉണ്ട്, പക്ഷേ എന്നാലും നമുക്ക് നല്ല പഞ്ചസാരയുടെ മധുരം വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ എക്സ്ട്രാ ആഡ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ ടോട്ടൽ ഒരു 7-8 ടീസ്പൂണോളം ബദാം ഡ്രിങ്ക് മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകെ 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 7-8 കാഷ്യൂ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തു. നമ്മളിത് കുടിക്കുമ്പോഴത്തേക്കും ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 7-8 കാഷ്യൂ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തു, സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ബദാം മിൽക്ക് നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ പാല് തിളപ്പിക്കില്ല, അതുപോലെ തന്നെയാണ് ഇത് തിളച്ച് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് ഫ്രിഡ്ജിൽ കുറച്ച് തണുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കും, പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ബദാം മിൽക്ക് നമുക്ക് ചൂടോടുകൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം എനിക്ക് ചൂട് വേണ്ടാത്തതുകൊണ്ടാണ് ഞാനിത് തൽക്കാലം ഒന്ന് അടച്ചു വെച്ച് തണുപ്പിച്ചതിന് ശേഷം ബാക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കും. അപ്പം ഞാനിത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഫ്രീസറിലാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഞാനതിനെ ഒന്ന് പൊട്ടിച്ച് കൊടുത്തു, ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പം നമ്മുടെ ബദാം മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാകമായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബദാം മിൽക്ക് കുടിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയെടുക്കുവാണ്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയല്ല, നമുക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. ആ ബദാം ഡ്രിങ്ക് മിക്സിൻ്റെ പൗഡർ നമ്മളൊന്ന് പാലിൽ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഭയങ്കര ഈസിയാണ്. മധുരം ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാട് മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ച് പഞ്ചസാര കൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ എനേബിൾ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.